ഹലോ ഗൈസ്, നമ്മൾ ആരെയും വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ലെന്ന് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ 12th പഠിക്കുമ്പോൾ എനിക്ക് അതായത് 10th എനിക്ക് പണ്ടേ തൊട്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷും ഹിന്ദിയും ലാംഗ്വേജസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്. അപ്പോൾ 12th എൻ്റെ ഫ്രണ്ട്, അവൾ ക്ലാസ് ടോപ്പറാണ്, നല്ല കൊച്ചാണ്. ഇവൾക്ക് എപ്പോഴും ഈ ലാംഗ്വേജസ് വരുമ്പോൾ മാർക്ക് കുറയും, എനിക്ക് കൂടും. അപ്പം ഞാനെപ്പോഴും വിചാരിക്കും ലാംഗ്വേജസൊക്കെ എല്ലാവർക്കും കിട്ടുന്ന സബ്ജക്റ്റാണ്, ഇവൾക്ക് എന്താ മാർക്കില്ലാത്തത്. എനിക്കാകുമ്പോൾ ഇംഗ്ലീഷൊക്കെ വരുമ്പോൾ നല്ല മാർക്കാണ്. ഇങ്ങനെ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ ഇരുന്ന് ആൻസറൊക്കെ പറയാം, ഡിബേറ്റൊക്കെ ചെയ്യുക, അങ്ങനത്തെ ഒരു ഇതാണ്. ബാക്കി സബ്ജക്റ്റിനൊന്നും ആ ഒരു ഇതില്ല. അപ്പം ഞാനിങ്ങനെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഇവരോട് ചോദിച്ചു, നീ എന്താ ഇംഗ്ലീഷ് മാർക്ക് കുറയാണ്, നീ പഠിക്കുന്നില്ലേ ഇംഗ്ലീഷ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, നിനക്ക് ഇംഗ്ലീഷ് പഠിക്കാനൊരു കഴിവുണ്ട്. അപ്പോൾ എനിക്ക് റിയലൈസ് ആയത്, ഞാൻ എന്നെ തന്നെ ഡൗൺ ആയിട്ട് കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ആ ഒരു കഴിവ് എന്നിലോട്ട് കാണിച്ചത്. അതേപോലെ ഈ കെമിസ്ട്രി 11th ഓർഗാനിക് കെമിസ്ട്രി ഞാൻ വിട്ടിട്ടാണ് ഫൈനൽ എക്സാം പഠിക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ 12th ആയപ്പോഴേക്കും ഓർഗാനിക് ഒന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ എപ്പോഴും ഈ 70 എക്സാമിന് 36, ജസ്റ്റ് പാസ് 40 അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ മിസ് എപ്പോഴും പറയും, എൻ്റെ ഫ്രണ്ടിനെ കണ്ടുപിടി എന്നൊക്കെ. പക്ഷേ എൻ്റെ മമ്മീനെ ഡിസപ്പോയിൻറ്റഡ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരു കുത്തിയിരുന്നൊരു പഠിത്തം പഠിച്ചു. ബൈ ഹാർട്ടാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്യപ്പോഴേക്കും എനിക്ക് കെമിസ്ട്രിക്ക് 97. ആ പോയ ഒരു ക്വസ്റ്റ്യൻ റോസമെൻ്റ് റിയാക്ഷൻ ആയിരുന്നു. ബൈ ഹാർട്ട് പഠിച്ചതിൽ അതും മറന്നുപോയി. ഞാൻ ഇങ്ങനെ 97 എനിക്കോ? എൻ്റെ മമ്മിയൊക്കെ ഭയങ്കര അടിച്ചു പോയി. ലാസ്റ്റ് പ്രീ ബോർഡിന് ഞാൻ കെമിസ്ട്രിക്ക് ഫെയിലായി. അത് ഞാൻ ആ കാര്യം വീട്ടിൽ പറഞ്ഞില്ലായിരുന്നു. ഈ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ മമ്മി ഇങ്ങനെ 97 എന്ന് പറഞ്ഞ ഇതായി. എൻ്റെ ഫ്രണ്ടിന് 92. ചിന്തിക്കുമ്പോൾ ചെറിയ മാർക്കിൻ്റെ വ്യത്യാസമാണെങ്കിലും ദിസ് മീൻസ് എ ലോട്ട് ടു മീ.